വെൽക്കം ബാക്ക്. യു വാച്ചിങ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഞാൻ സ്ത്രീ. അതിലെ രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. രണ്ടാമത്തെ സെഗ്മെന്റാണ് മുഖാമുഖം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റന്റ് ലീനയാണ്. ലീന ആരെയാണ് ഇന്റർവ്യൂ ചെയ്തത്? നമുക്കെല്ലാവർക്കും സുപരിചിതനായ മലയാള സിനിമയുടെ കാർണവർ എന്ന് വിശേഷിപ്പിക്കുന്ന പത്മശ്രീ മധുവിനെയാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്തത്. വെരി ഗുഡ്. മധു സാറിനെയാണ്. മധു സാറിനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള കാരണം എന്താണ്? ഇപ്പം മലയാള സിനിമയിലെ കാർണവർ അല്ലെങ്കിൽ മുതുമുത്തച്ഛൻ എന്ന് വിശേഷിപ്പിക്കും. കേൾക്കണ്ട, മുതുമുത്തച്ഛനെ വിളിച്ചു. ഞാൻ പറയാം മധു സാറിനെ കാണുമ്പോൾ. സാർ എങ്ങനെ ഞങ്ങളുടെ കണ്ടസ്റ്റന്റ് വിളിച്ചു. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ താങ്കൾ കണ്ടിട്ടുണ്ടോ? ഒത്തിരി. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? ചെമ്മീൻ. ഓ, വെരി ഗുഡ്. ഞാൻ വിചാരിച്ചു താങ്കളത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ ഇതിലേക്ക് കിടക്കണില്ല. ലീനയുടെ മധു സാറുടെ സംവാദം എങ്ങനെയാണെന്ന് കാണാം. അടുത്ത സെഗ്മെന്റ് മുഖാമുഖം. സാറിൻ്റെ ബാല്യകാലത്തിൽ നിന്ന് തുടങ്ങട്ടെ. സാറിന് ഏകദേശം 14 വയസ്സുള്ളപ്പോഴാണല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ആ കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? അന്നിങ്ങനെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നമ്മുടെ നേതാക്കന്മാരെല്ലാം സമരം ചെയ്യുകയാണ്. പലരും ജയിലിൽ പോകുന്നു, പലരും തല്ലുകൊള്ളുന്നു, ധാരാളം പേര് മരണപ്പെട്ടിട്ടുണ്ട് അത് കാരണം. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് രാജ്യസ്നേഹികളെല്ലാം കൂടി സമരം ചെയ്യുന്നു. ഞങ്ങൾ വിദ്യാർത്ഥികളുടെ മനസ്സിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചിന്തയും അതിനുവേണ്ടിയുള്ള ഒരു എന്തെന്ന് പറയാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഒന്നും ചെയ്തില്ലെങ്കിലും. ഒടുവിൽ ഇന്ത്യ സ്വതന്ത്രമായി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് വലിയൊരു സന്തോഷം, നമുക്ക് എന്തോ ഒന്നിച്ച് കിട്ടിയ ഒരു ഫീലിംഗ് ആയിരുന്നു അന്നുണ്ടായിരുന്നു. പക്ഷേ വിദേശികളുടെ ഭരണകാലം എന്ന് തരംതിരിക്കാൻ പറ്റുമായിരുന്നോ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞും അതിന് മുമ്പുള്ള കാലഘട്ടത്തെ? ഇല്ല, അങ്ങനെ ഒരു അന്നത്തെ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കിട്ടിയ ഉടനെ തന്നെ അതിനൊരു വലിയ വ്യത്യാസമൊന്നും വരാനില്ലല്ലോ. ഇതെല്ലാം കിട്ടിയതൊക്കെ മനസ്സിലായിരുന്നു. അല്ലാതെ പുറത്ത് നോക്കിക്കഴിഞ്ഞിട്ട് അങ്ങനെ സ്വാതന്ത്ര്യം കാണാനോ ആസ്വദിക്കാനോ ഉള്ള ടൈം, അതിന് കുറച്ച് ടൈം എടുക്കില്ലേ. പക്ഷെ മനസ്സിൽ ആ ഒരു സ്വാതന്ത്ര്യം ഫീൽ ചെയ്തിരുന്നു. അന്ന് ഗാന്ധിജിയെ കുറിച്ച് മനസ്സിൽ ഇത് ഇപ്പോൾ ഉണ്ടായിരുന്ന പോലുള്ള കാഴ്ചപ്പാടായിരുന്നു. അതെ അതെ അതെ. 1962 രാമു കാര്യാട്ടിൻ്റെ മൂടുപടത്തിലൂടെയാണല്ലോ സാർ സിനിമാ രംഗത്തേക്ക് പ്രവേശനം ചെയ്തത്. അതിനുണ്ടായ സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ? ഡൽഹിയിൽ വെച്ചിട്ട് രാമു കാര്യാട്ടിനെ പരിചയപ്പെട്ടു. രാമു കാര്യാട്ടും സംഘവും മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞ അവാർഡ് കിട്ടിയ പടത്തിൻ്റെ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി ഡൽഹിയിൽ വന്നതായിരുന്നു. അപ്പോൾ ഞങ്ങൾ മലയാളി അസോസിയേഷൻകാരൊരു സ്വീകരണം അവർക്ക് കൊടുത്തു. അപ്പോൾ രാമു കാര്യാട്ടിൻ്റെ കൂട്ടത്തിൽ അടൂർ ഭാസി ഉണ്ടായിരുന്നു. ഭാസി ഞാനുമായിട്ട് ഇവിടെ വെച്ച് പരിചയമുണ്ട്. ഞങ്ങൾ സ്റ്റേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേജ് ഇങ്ങനെ ഭാസി എന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ കാര്യമായിട്ട് ചോദിച്ചു, ഇങ്ങനെ നാടകം പഠിക്കാൻ വന്നു, സിനിമയിൽ ഇൻട്രസ്റ്റ് ഇല്ലേ? ഞാൻ പറയും എനിക്ക് ഇൻട്രസ്റ്റ് അഭിനയത്തിലാണ്. അന്ന് ഇത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടില്ല. ആദ്യമായിട്ട് ആദ്യമായിട്ടുണ്ടായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഫോർ ഡ്രാമ എന്ന് പറഞ്ഞിട്ട്, റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഞാൻ ജോയിൻ ചെയ്തു. അതിപ്പോൾ സിനിമയിലും നാടകമായിരുന്നാലും അഭിനയം തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെയാണെന്ന് പറയൽ എൻ്റെ അടുത്ത പടത്തിൽ ഒരു സാമാന്യം ഭേദപ്പെട്ട ഒരു ചെറിയ റോളുണ്ട്, ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു 2-3 മാസം കൊണ്ട് എനിക്കിവിടെ ഉണ്ട് കോഴ്സ് ഫിനിഷ് ചെയ്യാനായിട്ട്, കംപ്ലീറ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ വരാം. അങ്ങനെ പോയി ഒരു ടെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അഭിനയിച്ചു. അങ്ങനെയാണ് തുടക്കം. സിനിമാ ചരിത്രത്തിലെ 20-ാം നൂറ്റാണ്ടിൻ്റെ അറിയപ്പെടുന്ന ചിത്രമാണല്ലോ ചെമ്മീൻ. ആ ചെമ്മീൻ സിനിമയിലെ പരീക്കുട്ടിയെ എന്ന കഥാപാത്രത്തെ സാറായിരുന്നല്ലോ അവതരിപ്പിച്ച്. അതുപോലെ മറക്കാൻ പറ്റാത്ത മറ്റ് ഏത് കഥാപാത്രങ്ങളാണ് സാറിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്? അതിപ്പോൾ നിറഞ്ഞിരിക്കുന്ന കഥാപാത്രങ്ങൾ ധാരാളമുണ്ട്. എണ്ണം പറയുകയാണെങ്കിൽ ധാരാളം പറയേണ്ടി വരും. ചെമ്മീൻ എന്നൊക്കെ പറഞ്ഞാൽ അത് പബ്ലിഷ്ഡ് നോവലാണ്, വളരെ പ്രസിദ്ധി ഉള്ള നോവലായിരുന്നല്ലോ. മലയാളത്തിൽ തന്നെ ഇത്രയും അധികം പ്രസിദ്ധി കിട്ടിയിട്ടുള്ള നോവലുകൾ ചുരുക്കമാണ്. അപ്പോൾ അത് ഈ പഠിക്കുന്ന കാലത്തായിരുന്നു ഇത് പബ്ലിഷ് ചെയ്യുക. അന്നേ വായിച്ചു കഴിഞ്ഞിട്ട് അതിലുള്ള കഥാപാത്രങ്ങളെല്ലാം മനസ്സിലുണ്ട്. അതുപോലെ മനസ്സിലുള്ള ചില കഥാപാത്രങ്ങൾ വേറെയുണ്ട്, അതുമൊക്കെ ഇഷ്ടമായിരുന്നു. 2-3 കഥാപാത്രങ്ങൾ. ഫോർ എക്സാമ്പിൾ ഈ ചെമ്മീൻ പോലെ തന്നെ അന്ന് പ്രസിദ്ധമായിരുന്നു ഉറൂബിൻ്റെ ഉമ്മാച്ചു. അപ്പോൾ ഉമ്മാച്ചുവിലെ മായൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ഞാൻ അഭിനയിച്ചു. അതും അന്ന് വളരെയധികം മനസ്സിനകത്ത് തട്ടിയൊരു കഥാപാത്രമായിരുന്നു. പിന്നെ ഉള്ളത്, അന്ന് സ്ക്രിപ്റ്റും വലിയ നോവലൊന്നും ആയില്ലെങ്കിലും ബഷീറിൻ്റെ നീല വെളിച്ചം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറുകഥയുണ്ട്. അതിനെ ആശ്രയിച്ചാണ് ഭാർഗവ നിലയം എടുത്തത്. അപ്പോൾ നീല വെളിച്ചം എന്ന് പറഞ്ഞ കഥ മനസ്സിലിങ്ങനെ ആ കഥയും അതിലെ എഴുത്തുകാരനും കടപ്പുറവുമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ പുള്ളിമാനുണ്ട്, പൊറ്റക്കാടിൻ്റെ പുള്ളിമാൻ. അങ്ങനെ കുറേ നോവൽസും അത് ഇതൊക്കെ
പലതും വന്നിട്ടുണ്ടല്ലോ, പല നോവലും വന്നിട്ടുണ്ടല്ലോ. കുറേ കഥാപാത്രങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. അല്ല, കുറേ കഥാപാത്രങ്ങൾ മനസ്സിലുണ്ടായിരുന്ന കഥാപാത്രങ്ങൾ പലതും എനിക്ക് ചെയ്യാനും സാധിച്ചു. നടൻ, നിർമ്മാതാവ്, സംവിധായകൻ, സ്റ്റുഡിയോ ഉടമ എന്നീ സിനിമയുടെ പല മേഖലകളിൽ സാർ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. അതിൽ സാറിന് ഇഷ്ടമില്ലാത്ത മേഖല ഏതാണ്? ഇതിൽ താല്പര്യമില്ലാത്തൊന്നുമില്ല. ഈ നേരത്തെ പറഞ്ഞ നടൻ തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങളിൽ ഞാൻ തന്നെ ചെയ്തതാണ്, ആരും എന്നെ പിടിച്ച് ചെയ്യിച്ചതല്ല. അപ്പോൾ ഇതെല്ലാം താല്പര്യം ഉള്ളതുകൊണ്ടാണല്ലോ ചെയ്തത്. അതിൽ താല്പര്യമില്ലാത്തതായിട്ടൊന്നുമില്ല. വേണമെങ്കിൽ താല്പര്യം ഇല്ലയെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ഞാനൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയോട്, അപ്പോൾ അത് പക്ക ബിസിനസ്സാണ്. ഈ ദിവസമുള്ള കളക്ഷൻ്റെ എണ്ണിപ്പറക്കി എടുക്കുക, ഇത്ര കളക്ട് ചെയ്തു, ഇത്ര അതിൻ്റെ ഷെയർ, അതിൻ്റെ പബ്ലിസിറ്റിക്ക് ഇത്ര, ഈ കണക്കും വഴക്കും നോക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് വേണമെങ്കിൽ വലിയ താല്പര്യമില്ലാത്ത ഒരു ആണെന്ന് പറയാം. ഭാവാഭിനയ ചക്രവർത്തി എന്നാണല്ലോ സാർ അറിയപ്പെടുന്നത്. പുതിയ തലമുറയുടെ ഭാവാഭിനയത്തെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? അങ്ങനെ പ്രത്യേക അഭിപ്രായം പറയാനില്ല. ഞങ്ങൾ ബാക്കി ഇതിന് മുൻപുള്ള ആളുകൾ, അതായത് ഇപ്പോൾ ചെയ്യുന്ന ആൾക്കാരുടെ സീനിയേഴ്സ്, അവർ ചെയ്തിരുന്ന പോലെ ഇവരും ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതിനങ്ങനെ പ്രത്യേകം അവരിങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു. ഒരു പക്ഷേ മുൻപുള്ളവർ കൂടുതൽ നാടകീയമായിരുന്നു. ഇപ്പോൾ ആൾ കുറേ കൂടി നാച്ചുറലാണ്. ചെമ്മീൻ മുതൽ സ്പിരിറ്റ് വരെ സാർ 375 സിനിമകളോളം അഭിനയിച്ചിട്ടുണ്ടല്ലോ. പഴയകാല സിനിമയും പുതിയ സിനിമയും താരതമ്യം ചെയ്യുമ്പോൾ പുതിയ സിനിമയ്ക്ക് നിലവാരം കുറവാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പണ്ടും നിലവാരം കൂടിയതും കുറഞ്ഞതുമായ സിനിമകളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇറങ്ങുന്ന സിനിമകളിൽ ഈ പഴയ ടൈപ്പിലുള്ള സിനിമകൾക്കാണ് നിലവാരം കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുതിയ ട്രെൻഡിൽ വന്നിട്ടുള്ള പടങ്ങൾക്കെല്ലാം നിലവാരം കൂടുതലാണെന്ന് എൻ്റെ അഭിപ്രായം. കുറേ കൂടെ ബെറ്റർ ഫിലിംസാണ് ഈ പുതിയ പടങ്ങളിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന പടങ്ങളിലുള്ളത്. സാറിൻ്റെ അച്ഛൻ തിരുവനന്തപുരം മേയർ, സ്വാതന്ത്ര്യ സമരകാലത്ത് ഉണ്ടായിരുന്ന ആൾ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ സാറിന് എന്നെങ്കിലും രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് രാഷ്ട്രീയത്തിൽ ഇന്നൊന്നല്ല, പണ്ട് പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ എന്ന സംഘടന രൂപീകരിക്കാൻ സാർ മുഖ്യ പങ്ക് വഹിച്ചിരുന്നല്ലോ. പക്ഷേ ഇടക്കാലത്ത് അമ്മയെക്കുറിച്ച് കുറേയേറെ വിവാദങ്ങൾ ഉണ്ടായി. ആദ്യം തുടങ്ങി വെച്ച കാലത്തെ അതേ നിലവിൽ തന്നെ ഇത് കൊണ്ടുപോകാൻ പറ്റുന്നുവെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അന്ന് തുടങ്ങിയെന്ന് എന്തുമാത്രം വളർന്നു. അത് ഈ ഇടയ്ക്ക് വിവാദം ഒന്നും ഉണ്ടായില്ല. എവിടെയാ വിവാദം ഉണ്ടായി? ഏതെങ്കിലും ഒന്നോ രണ്ടോ പേരുടെ. അതിപ്പോൾ ഈ അമ്മയുടെ അവരുടെ നിയമാവലിക്ക് പുറത്ത് ആരെങ്കിലും അതിനെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എതിരെ ആക്ഷൻ എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ അമ്മ നിലനിൽക്കില്ലല്ലോ. ഒരു ഓർഗനൈസേഷനോ ഒരു ഭരണ സമിതിയുള്ള ഏത് സംഘടനയായിരുന്നാലും അതിന് എതിരായിട്ട് ആരെങ്കിലും കയറി ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആക്ഷൻ എടുത്തല്ലേ പറ്റൂ. അമ്മയുടെ അകത്ത് യാതൊരു തകരാറ് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. തുടങ്ങിയ നിമിഷം തൊട്ട് ഇന്നുവരെ ഗ്രാഫ് മുകളിലോട്ടേ പോയിട്ടുള്ളൂ. ഇന്ന് സാർ ഒരു ചിത്രം നിർമ്മിക്കുകയാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള ചിത്രമായിരിക്കും? തരത്തിലുള്ളതെന്ന് പറയാൻ നിൽക്കില്ല. ഇപ്പോൾ ഞാൻ ചിത്രം നിർമ്മിച്ചിട്ട് കുറേ നാളുകളായല്ലോ. പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു സബ്ജക്റ്റ് എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അട്രാക്റ്റീവായിട്ടുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് സിനിമയാക്കാൻ കൊള്ളാത്തതായിരിക്കും, ഒരു പക്ഷേ പറ്റാത്തതായിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന നമ്മുടെ കാര്യം മാത്രമല്ല, കാണുന്ന ആളുകളെ കൂടെ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ എനിക്കും പ്രേക്ഷകർക്കും രണ്ടുപേർക്കും ഒരുപോലെ കൊള്ളാം എന്ന് തോന്നുന്ന ഒരു സാധനം കിട്ടണമെങ്കിൽ നാളെ തുടങ്ങും. ഇത്രയും നേരം ഞങ്ങളുടെ സമയം ചെലവഴിച്ച സാറിന് മീഡിയ വണ്ണിൻ്റെ പേരിലും ഞാൻ സ്ത്രീയുടെ പേരിലും നന്ദി. ഞാനും കൂടെ നന്ദി പറയണമല്ലോ. നന്ദി. ലീന നല്ല അതിസുന്ദരിയായിട്ടിരിക്കണ്ടായിരുന്നു. ഞാൻ മുതുമുത്തശ്ശിന്ന് വിളിച്ച പിടിക്കുമോ? ഇല്ലല്ലോ. ആ പരീക്കുട്ടി എന്ത് സുന്ദരനായിട്ടിരിക്കണം. അദ്ദേഹത്തിനെ മുതുമുത്തശ്ശിന്ന് വിളിച്ചതിന് ഞാൻ തീർച്ചയായും തിരുവനന്തപുരത്ത് പോയത് അദ്ദേഹത്തോട് പറയും. എന്തായാലും ഇൻ്റർവ്യൂ വളരെ നന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോമിക് സെൻസിനെ കുറിച്ച് ഒരുപാട് നല്ല കോമഡി ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുമാതിരി അദ്ദേഹത്തിന് ഒരു സ്വന്തം സ്കൂളുണ്ടായിരുന്നു. എന്തായാലും വളരെ നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ ജഡ്ജസിന് വിടാം. വാമനൻ സാർ. ലീന, വളരെ പ്ലസൻ്റ് ആയിരുന്നു ഈ ഇൻ്റർവ്യൂ. എനിക്ക് തോന്നി വെച്ചാൽ ഇതിപ്പം കുറച്ച് നേരമുള്ളൂ, മണിക്കൂറുകളോളം ഞങ്ങൾക്ക് കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഹാറ്റ്സ് ഓഫ് ടു യു. നല്ല ഇതായിരുന്നു. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ ആദ്യത്തെ ചോദ്യമാണ്. മറ്റെല്ലാ സിനിമാ ചോദ്യങ്ങളെക്കാളും സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 14 വയസ്സിൽ കൂട്ടി സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയും അതിനുശേഷമുള്ള ഒരു ഡിഫറൻസ് അന്ന് ഫീൽ ചെയ്തിരുന്നുള്ളത് എനിക്ക് ഏറ്റവും എന്നെ അട്രാക്റ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വളരെ നന്നായിട്ടുണ്ട് ആ ചോദ്യം. പിന്നെ ലീന ഇടയ്ക്ക് കുറച്ച് അദ്ദേഹത്തെ ഇങ്ങനെ പ്രകോപിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ട്, പക്ഷേ മധു സാറിനെ പോലെ എനിക്ക് എന്താ തോന്നി വെച്ചാൽ
ആദ്യമായിട്ടായിരിക്കുമല്ലോ അല്ലേ ഒരു ഇൻ്റർവ്യൂ അതെ. അല്ലേ? അപ്പോൾ മീഡിയ വണ്ണിൻ്റെ ഞാൻ ശ്രീ പരിപാടിക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഇത്രയും പ്രഗത്ഭനായ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അത്രയും പ്രഗത്ഭനായ ഒരാളല്ലേ. പക്ഷെ ആ ഒരു പ്രഗത്ഭനായ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ യാതൊരു പരിഭ്രമവും ലീന കാണിച്ചിട്ടില്ല. വളരെ യു ആർ സെൽഫ് കമ്പോസ്ഡ് ആൻഡ് വെരി കോൺഫിഡൻറ്റ്. നന്നായിട്ടുണ്ട്. ഓവറോൾ എനിക്ക് ആ ഇൻ്റർവ്യൂ പൊതുവെ ഇഷ്ടമായി. മാഡം, എനിക്കും ആ ഇൻ്റർവ്യൂ വളരെ ഇഷ്ടമായി. പക്ഷേ എനിക്ക് ആകെ ഒരു അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചോദ്യങ്ങൾ മനപ്പാഠം പഠിച്ചിട്ട് ചോദിക്കുന്നത് പോലെ ആയിപ്പോയി എന്നുള്ളത് തോന്നി. ലീനയുടെ സംസാര രീതി അങ്ങനെ രീതി അതായിരിക്കണം. പക്ഷെ നമ്മൾ കാണുമ്പോൾ പിന്നെ പലതും അങ്ങനെയാണല്ലോ, ചക്രവർത്തിയാണല്ലോ, അങ്ങനെ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്ന കുറേ സംഗതികളുണ്ടായി. അത് ഇത്തിരി ഒഴിവാക്കിയിരുന്നെങ്കിൽ വളരെ നല്ലതാകുമായിരുന്നു. അല്ലാതെ ലീനയുടെ ഇരിപ്പും മുഖത്തെ പ്രസന്നതയും ഒക്കെ വളരെ നന്നായി, കണ്ടിരിക്കാൻ സുഖമുള്ളൊരു മുഖാമുഖമായിരുന്നു. ബിനോയ് സർ, പിന്നെ മധുവിനെ കണ്ടെത്തിയല്ലോ ഇൻ്റർവ്യൂവിന് വേണ്ടി, അത് തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നി. മധു ഒരു വെറും നടനല്ല, ഒരു വലിയ മനുഷ്യനാണ് എല്ലാ അർത്ഥത്തിലും. അഭിനയത്തിൻ്റെ ഒരു ലോകത്ത് മാത്രമായി ചുരുങ്ങേണ്ട ആളുമല്ല, ചുരുങ്ങുന്ന ആളുമല്ല. അദ്ദേഹത്തിനെ വേണം ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് നിശ്ചയിച്ചതിലാണ് എനിക്ക് ആദ്യത്തെ ബഹുമാനമുള്ളത്. പിന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആൾ ആരെയാണോ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തെപ്പറ്റി ഒരുപാട് മനസ്സിലാക്കിയിരിക്കണം. ഇറ്റ് നീഡ്സ് എ ഹോം വർക്ക്. അത് നല്ലവണ്ണം ചെയ്തെന്ന് തോന്നി. പക്ഷെ അതോടൊപ്പം തന്നെ ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ ചോദ്യമായിട്ട് ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായൊരു ഒഴുക്ക് ആണതിൻ്റെ ഭംഗി കൂട്ടുന്നത്. അവിടെ ഞാൻ യോജിക്കുകയാണ് മേരിയോട്. എനിക്ക് തോന്നി എല്ലാം അറിയാമെങ്കിൽ പോലും അതിൻ്റെ ചോദ്യത്തിൻ്റെ അവതരണത്തിൽ സ്വല്പം ഒരു ഒരുക്കം വേണം. പക്ഷേ ഉപയോഗിച്ച വാക്കെന്താണ്, മനഃപ്പാഠം പഠിച്ച പോലെ തോന്നി. മനഃപ്പാഠം പഠിക്കാതെ തന്നെ ചോദിക്കാൻ പറ്റിയ സ്റ്റഫ് കയ്യിലുള്ളപ്പോഴത്തേക്കും അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നിപ്പോയി. രണ്ടാമത്തെ മൂന്നാമത്തെ ആയിരിക്കും തോന്നിയത്. രേഖയുടെ ഞാൻ യോജിക്കുകയാണ്. ഒരിക്കലും മധുവിനെ മുതു മുത്തച്ഛൻ എന്ന് വിളിക്കാൻ പാടില്ല. എൻ്റെ മനസ്സിലെ മധു പരിക്കുട്ടിയാണ്. ഞാൻ തമാശ പറഞ്ഞ സർ, അത് മാർക്ക് കുറയ്ക്കരുത് കേട്ടോ. അല്ല, കുറയ്ക്കാൻ വേണ്ടിയല്ല. മധു എന്ന് പറഞ്ഞാൽ വളരെ എവർഗ്രീൻ. ആ കടപ്പുറത്തെ പരിക്കുട്ടി തന്നെയാണ് കേരളത്തിൻ്റെ മനസ്സിൽ മധു എന്ന് പറഞ്ഞാൽ. എത്ര കാലം കഴിഞ്ഞാലും അങ്ങനെ ആയിരിക്കും. എനിക്ക് മധുവിനെ കാണുമ്പോഴൊക്കെ അടുത്ത് പോയിട്ടൊന്ന് നിൽക്കണമെന്ന് രണ്ട് വാക്ക് പറയണം തോന്നാറുണ്ട്. അദ്ദേഹം ചിലപ്പോൾ മനസ്സിലേക്ക് കാണില്ല, ആരാധനയാണ് മധുവിനെ കാണുമ്പോൾ. ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ അദ്ദേഹത്തിന്. അതെനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ എത്ര തിരക്കിനിടയ്ക്കും അദ്ദേഹം നമ്മളെ സംസാരിക്കാൻ ചെല്ലുമ്പം ഒന്ന് പരിഗണിക്കും. അതെ, ഹീസ് എ ഗ്രേറ്റ് മാൻ, വലിയൊരു മനുഷ്യൻ. ശരിക്കും എൻ്റെ ഒന്നും അദ്ദേഹം അങ്ങനെ പരിഗണിക്കേണ്ട കാര്യമില്ല. പക്ഷേ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്, എല്ലാ ബദ്ധപ്പാടിൻ്റെയും ബഹളത്തിൻ്റെ ഇടയ്ക്കായപ്പോലും അടുത്തേക്ക് ചെല്ലുമ്പം അദ്ദേഹം നമ്മളെ ഒന്ന് കണ്ടു മിണ്ടി. അത് മധുവിൻ്റെ അംഗീകാരമാണ്. അത് വലിയ ബഹുമതിയായിട്ട് തോന്നാറുണ്ട്. തന്നെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസും. എനിക്ക് വളരെ പേടിയായിരുന്നു. പക്ഷേ സാറിനോട് ഇന്റർവ്യൂ തുടങ്ങി കഴിഞ്ഞപ്പം വളരെ കൂളായിട്ട്, ആ ഭയമൊന്നും തന്റെ മുഖത്ത് കണ്ടില്ല. അതുപോലായിരുന്നു സാർ. അതൊരു സംസ്കാരമാണ്. ആ സംസ്കാരമാണ് മധുവിനെ മധുവാക്കുന്നത്. അതിന് മുമ്പിലാണ് നമ്മളെല്ലാവരും, താങ്കളും ഞാനും നമ്മളെല്ലാവരും എപ്പോഴും തലകുനിക്കുന്നത് അതിൻ്റെ മുമ്പിലാണ്. ഓഡിയൻസിന് ഈ ഇന്റർവ്യൂ കണ്ടിട്ട് എന്ത് തോന്നി? നിങ്ങൾ ഈ ടി വിയിൽ ഇത് കാണുമ്പോൾ റിമോട്ട് കൺട്രോൾ മാറ്റുമോ അതോ ഇത് കണ്ടുകൊണ്ടിരിക്കുമോ? മാറ്റെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ മിണ്ടില്ല, നിങ്ങളോട് മാറ്റില്ല എന്ന് പറയണം. എങ്ങനെയായിരുന്നു ഇൻ്റർവ്യൂ? ലീന ആദ്യമായിട്ട് ചെയ്തൊരു ഇൻ്റർവ്യൂ ആണ്. നിങ്ങൾ ഒരുപാട് ടി വിയിൽ ഇൻ്റർവ്യൂസ് കാണുന്ന ആൾക്കാരല്ലേ, നിങ്ങൾക്ക് എന്ത് തോന്നി? ഇൻ്റർവ്യൂ ഫസ്റ്റായിട്ട് ചേച്ചി ചെയ്തുകൊണ്ട് എന്നതിലുപരി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തോന്നില്ല ഫസ്റ്റ് ടൈമാണെന്ന്. കാരണം ചേച്ചി എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം അമ്മ ഒരു സംഘടനയുടെ ആയാലും, ഇപ്പം ആളുടെ യൂത്ത് ടൈം ആയാലും, അല്ലെങ്കിൽ ലൈഫ് ഹോൾ എടുക്കുകയാണെങ്കിലും, മൂവി ഫീൽഡ് ആയാലും എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് എ വെരി ഗുഡ് ഇൻ്റർവ്യൂ. കൺഗ്രാറ്റ്സ്. ഓക്കെ, സോ ലീന ഗെറ്റ് ഓഡിയൻസ് വോട്ട് ആസ് വെൽ. പിന്നെ നമുക്ക് എത്ര മാർക്ക്? ഓഡിയൻസ് പോലും ഇങ്ങനെ നല്ല അഭിപ്രായം പറയുമ്പോൾ ഞങ്ങളോടൊരു പരിഭവം തോന്നുന്നില്ല, പാടില്ലല്ലോ. അതുകൊണ്ട് സന്തോഷത്തോടെ 8 മാർക്ക്.